കാശ് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഇപ്പം നമുക്ക് നയതന്ത്രപരമായി വലിയ ഒരു ചെറിയ എന്തോ ഒരു ബന്ധമുള്ളതാണ്. ഈ സ്ലൊവേനിയയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യക്കടത്ത്, ആയുധക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, ആയുധക്കടത്ത്. റോയ് ഈ 2 വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഇരിക്കുന്ന ഭാര്യയെ 2ാമത് വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. ഇനി ആദ്യ വിവാഹം നിയമപരമായി ആയിരുന്നു എന്നുള്ള ഇടയ്ക്ക് ജോസഫിനോട് റോയി പറഞ്ഞു, എനിക്ക് എന്റെ അമ്മയോട് സംസാരിക്കണം, താൻ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ജോസഫ് പുറത്തേക്ക് പോയി. അതിനുശേഷം ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ജോസഫ് തിരിച്ചെത്തുകയും റോയിയുടെ മുറിയിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ, അതായത് ഇൻകം ടാക്സുകാരല്ല, റോയിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അവർ തടഞ്ഞു. ആരെയും റോയിയുടെ ആത്മഹത്യ അതല്ലെങ്കിൽ കൊലപാതകം ഇപ്പൊ അങ്ങനെ തന്നെ പറയാനേ പറ്റിയ ഒരു കാര്യത്തെ കുറിച്ച് എന്തായാലും അടക്കം ഇന്നൊരു 3 മണിയോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പറയാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 2 നമ്മൾ വീഡിയോയിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞേ പറ്റൂ. കാരണം എന്നെ പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന നിങ്ങൾക്ക് തോന്നാവുന്ന സാമാന്യ കോമൺ സെൻസ് ഉള്ള ജനങ്ങൾക്ക് തോന്നാവുന്ന ഒരു ഡൗട്ടുകൾ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള മാനിപ്പുലേഷൻ കൊലപാതകം അങ്ങനെ വേണമെങ്കിൽ ഈ ഒരു കാര്യത്തെ പറയാം. ഈ ഒരു കേസിന്റെ തുടക്കം, അതായത് നമ്മൾ ഇദ്ദേഹം മരിച്ചു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്ന സമയത്ത് വന്നിട്ടുള്ള 2-3 ന്യൂസുകൾ ഞാൻ എൻ്റെ വാഗൊണ്ട് തന്നെ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം ബെഡ്റൂമിനകത്ത് വെടിയേറ്റ് കിടക്കുന്നത് അവിടുത്തെ ജീവനക്കാർ കണ്ടു. ഏത് ജീവനക്കാർ? അദ്ദേഹത്തിന്റെ തന്നെ തൊഴിലാളികളായിട്ടുള്ള ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ, അവിടെയുള്ള ആൾക്കാരാണ് ഇത് ആദ്യം കണ്ടതെന്ന് പറയുന്നു. എന്നാൽ വേറൊരു ന്യൂസ് ഇതേ രീതിയിൽ തന്നെ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, ഇദ്ദേഹത്തെ ഈ പറയുന്ന ഇൻകം ടാക്സ് ഓർ IT വിഭാഗക്കാർ ചോദ്യം ചെയ്ത് അതിൽ പ്രഷർ താങ്ങാൻ വയ്യാതെ സ്വന്തം തോക്കെടുത്ത് അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഇതുപോലെ വെടി ഉയർത്ത് മരിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ അതിനുശേഷം ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ, അതായത് ഒരു ജീവൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിയറസ്റ്റ് ഹോസ്പിറ്റലായിരിക്കും ആദ്യം കൊണ്ടുപോകുന്നത്. എന്നാൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ 10 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കാം? നമുക്ക് സാമാന്യ ഒരു മനുഷ്യന് പെട്ടെന്ന് തോന്നുന്ന ഡൗട്ട് എന്തായിരിക്കും? മരണം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മരിച്ചില്ല, ഇനിയിപ്പോൾ വെടികൊണ്ട് മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 കിലോമീറ്റർ ഓടുമ്പോഴത്തേന് അദ്ദേഹത്തിന് മരിക്കാനായിട്ടൊരു സമയം കൊടുക്കണ്ടേ? അങ്ങനെ ഒരു സാധനം. ഇതുപോലൊരു വ്യക്തി പെട്ടെന്ന് ഒരു അകാലത്തിൽ പെട്ടെന്ന് നമ്മൾ അറിയുന്നു ഇങ്ങനെ ഒരാളങ്ങ് മരിച്ചുപോയി. ആ മരിച്ചു പോകാനുണ്ടായ സാഹചര്യം എന്തെന്ന് നോക്കുമ്പോൾ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന IT, ED തുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് നികുതി, പണത്തിന്റെ ക്രമക്കേടുകൾ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തി മരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം ഇത് ചാവേറാണോ? പണ്ട് മറ്റേ സൈനൈഡ് കഴിച്ചായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എൻഡിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരെങ്കിലും അവരുടെ കയ്യിൽ നിന്നും പിന്നെ തെളിവ് പുറത്തേക്ക് പോകരുത്, അവരുടെ വായിൽ നിന്നും പോകരുത്, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റാരുടെ അടുത്തേക്ക് ഇനി എത്തരുത്. ചാവേറ് അല്ലേ? അങ്ങനല്ലേ? സൈനൈഡ് കഴിക്കുക, അവർ പൊട്ടിത്തെറിച്ച് മരിക്കുക, അതോടുകൂടി ആ സംഭവം അവസാനിക്കുക. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഗാന്ധിജി വെടിയേറ്റ് മരിച്ച അതേ ദിവസം തന്നെയാണ് ഈ സംഭവം ഇവിടെ നടന്നിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ക്രൈസെന്നോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഭാഗ്യ നമ്പറെന്നോ ഇദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം എന്തോ നോക്കിക്കഴിഞ്ഞാൽ 3, ഇദ്ദേഹത്തിന്റെ വണ്ടി നമ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കിയാലും 3. മരിച്ചത് എപ്പോഴാണ്? ജനുവരി 30. അതിനകത്തൊരു 3 ഉണ്ട്. സമയം എത്ര മണിക്കാണ്? 3:15. അതിനകത്ത് ഒരു 3 ഉണ്ട്. അത് ഈ 3ഉമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അല്ലെങ്കിൽ ഇതൊരു വലിയ ഒരു മിസ്റ്ററി കണക്കൊരു സാധനം കേട്ടോ. എന്നാൽ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ധാരണ എന്താണെന്ന് ഒരിക്കലും പുറത്ത് വരത്തില്ല, ഉറപ്പായിട്ട് വരത്തില്ല. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ബ്രദറായിട്ടുള്ള ബാബു ഈ പറയുന്ന IT ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നത പോലീസുകാരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്, എങ്ങനെയാണ് മരിച്ചതെന്നുള്ള സാഹചര്യം നോക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് IT ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുള്ള പ്രഷർ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് CCTV ഫൂട്ടേജ് ഒക്കെ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് വ്യക്തമായ ഈ പ്രഷർ കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഫൂട്ടേജുകളും കാര്യങ്ങളും അവിടെ ഇല്ല. അതിന് വ്യക്തമായ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതുപോലൊരു വ്യക്തി ഒരു EDയുടെയോ അല്ലെങ്കിൽ ഒരു ഇൻകം ടാക്സിന്റെയോ അണ്ടറിൽ കസ്റ്റഡിയിൽ അവർ ടോർച്ചർ ചെയ്യുന്ന രീതിയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവർ സീസ് ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു തോക്കായിരിക്കുമല്ലോ, ഉറപ്പായിട്ടും തോക്കായിരിക്കും. അതായത് ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും അയാളെ മുള്ളാനല്ലാതെ കൂടെ ഒരു ഉദ്യോഗസ്ഥനില്ലാതെ ഒരു ബെഡ്റൂമിനകത്ത് കയറി കഥ പടയ്ക്കാൻ പോലും സമ്മതിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് CJ റോയിയെ ഇതുപോലെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് നമുക്ക് എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയും? കണ്ണടച്ച അന്ത്യതയോടുകൂടി ഏതെങ്കിലും ഒരു സൈഡിനെ പക്ഷം ചേർത്ത് മാറ്റി നിർത്തുന്ന വ്യക്തികൾക്ക് ഓക്കെ ഫൈൻ, അവർ ചിലപ്പോൾ അങ്ങനെ വിശ്വസിക്കുമായിരിക്കും. എന്നാൽ ഇത് വ്യക്തമായ ധാരണയോടുകൂടി ചിന്തിച്ചു നോക്കുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഈ ഒരു കേസിനകത്ത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കൂടില്ലാതെ ഇവരെ ഒരു ബെഡ്റൂമിനകത്ത് കയറി കഥ വളയ്ക്കാനായിട്ട് അനുവദിക്കത്തില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറുനാടനകത്ത് വന്നിട്ടുള്ള കുറച്ച് ന്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്കകത്ത് പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം കേട്ടപ്പോൾ നമുക്ക്, അതായത് എനിക്ക് തന്നെ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ.
രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ വീട്ടിനകത്ത് ഇങ്ങനൊരു വെടിവെച്ച നടന്ന് അല്ലെങ്കിൽ വെടി കേട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ വെടിയുണ്ട വെക്കാൻ നേരം ഇത് സൈലൻസർ വെച്ചതെന്ന് പറയുന്നുണ്ട്. തോക്കിനകത്ത് സൈലൻസർ വെച്ചിട്ടാണ് ഇത് വെടിവെച്ചതെന്ന്. സെൽഫ് അടിച്ചു കയറ്റി വെളിയിൽ കൂടെ വന്നെന്നാ പറയുന്നത്. വെടിയുണ്ട അതായത് സൈലൻസർ വെച്ചിട്ട് ഈ സാധനം അടിച്ചു കയറ്റിയ, എന്നിട്ട് ആ സൗണ്ട് കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ അവസാനം വരുന്നത് എങ്ങനെ, വെടിയുണ്ട കേട്ട സൗണ്ട് കേട്ടു എന്നുള്ളൊരു കാര്യം. എന്നാൽ ഇദ്ദേഹത്തിന്റെ മാനേജറായിട്ടുള്ള വ്യക്തിയെ പുറത്തിറക്കിയതിനു ശേഷം അദ്ദേഹം തിരിച്ച് ഈ വീട്ടിനകത്തേക്ക് കയറാൻ നേരം, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഇരിക്കുന്ന മുറിയിലേക്ക് കയറാൻ നേരം, അതായത് പുറത്തിറക്കി വിട്ടതിന് ശേഷം, അതായത് അമ്മയായിട്ട് ഫോൺ ചെയ്യണമെന്ന് CJ റോയ് പറയുന്നു. അങ്ങനെ ഒന്ന് പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം ഇദ്ദേഹം അകത്തേക്ക് വരുമ്പോഴത്തേന് ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്യൂരിറ്റി, ഒരിക്കലും ഇൻകം ടാക്സിന്റെ ആൾക്കാരല്ല, അല്ലെങ്കിൽ EDയുടെ ആൾക്കാരല്ല, ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്യൂരിറ്റി പറയുന്നു കയറരുത്, അവിടെ നിൽക്കുക. അദ്ദേഹം പറഞ്ഞു പ്രൈവസി വേണമെന്ന് പറഞ്ഞു. അത്തരത്തിലൊരു പ്രൈവസി ആവശ്യപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയാണ് ED അല്ലെങ്കിൽ IT വിഭാഗത്തിന്റെ അണ്ടറിൽ അവർ ചോദ്യം ചെയ്യുന്ന, അവർ ചൂഷണം ചെയ്യുന്നതിനകത്ത് ട്രാപ്പായിട്ടിരിക്കുന്നത്? ഒന്ന് മനസ്സിലാക്കാവോ? വ്യക്തമായി നമുക്ക് ധാരണ എന്താണെന്ന് മനസ്സിലായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മറുനാടൻ്റെ ഒരു ചാനലിനകത്തുള്ള കുറച്ച് ഭാഗങ്ങൾ കാണിക്കും. ഓക്കെ ഒരു മിനിറ്റ്. ആ ഒരു കാര്യം കാണിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെടുത്ത് കാണിക്കേണ്ടതായിട്ടുള്ള ഒറ്റ കാര്യമുണ്ട്. അതായത് ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ്, അത് നിങ്ങളൊന്ന് കണ്ടുപോകുക. കാശ് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഇപ്പം നാളെ ഞാൻ പ്ലെയിനിൽ ഫ്ലൈ ചെയ്യാണ്, ഫോർ എക്സാമ്പിൾ ടച്ച്വുഡ്, ദ ക്യാപ്റ്റൻ സേസ് ദാറ്റ് ഈ പ്ലെയിൻ ക്രാഷ് ആവുന്നു, ഞാൻ കരയില്ല, ഐ വിൽ നോട്ട് ഡു എനിത്തിങ്, ഞാൻ പങ്കുച്ച് കളിക്കും, ഐ വിൽ ബി വെരി ഹാപ്പി. സോ ഐ സേ ദാറ്റ് നമ്മളെല്ലാം ഈ ബക്കറ്റ് ലിസ്റ്റ് കേട്ടിട്ടുണ്ടോ? യുവർ വിഷസ്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളത് ഡ്രം ലിസ്റ്റ് വരെ കഴിഞ്ഞു, ഒന്നുമില്ല. അതായത് ഇദ്ദേഹത്തിന്റെ അവസാന കാലത്ത് കുറച്ചധികം ഇന്റർവ്യൂസിനകത്ത് ഇദ്ദേഹത്തിന്റെ സ്വന്തം മരണത്തെക്കുറിച്ച് വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഹാപ്പി ആയിരിക്കും, എനിക്ക് ഇതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ മുൻകൂട്ടി കണ്ട കാര്യമാണോ? ഞാൻ ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ മാത്രം വെച്ചൊരു കാര്യമല്ല. ഇദ്ദേഹത്തിന്റെ വൈഫിനടുത്ത് 2 മാസം മുമ്പ് ചെയ്തുള്ള ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും, നീ എങ്ങനെയായിരിക്കും. അപ്പൊ പുള്ളിക്കാരി പറയുന്നുണ്ട്, എനിക്ക് നിന്റെ സ്വത്തും കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് പിള്ളേർ മതി, ഞാൻ പിള്ളേരുമായിട്ട് ഞാനങ്ങ് പോയിക്കോളൂ എന്നൊക്കെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, ഈ ഒരു വ്യക്തി ഈ ഒരു സാധനത്തെ വെച്ചിട്ട് 3-4 മാസമായിട്ട് കൊടുക്കുന്ന ഇന്റർവ്യൂവിലെല്ലാം ഇത് വ്യക്തമായിട്ട് ഒരു സൈഡിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും മുൻകൂട്ടി കണ്ടിട്ടാണോ, എന്തെങ്കിലും കണ്ടിട്ടാണോ? ഇപ്പം ഈ മരണത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വരുമ്പോഴത്തേക്കിനും കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് എന്തുവാ, ഏതെങ്കിലും ഒരു പണമിടപാടിന്റെ ചാവേറായിരുന്നോ, ചാവേറായതിനു ശേഷമാണോ ഇങ്ങനൊരു സ്ഥലത്തേക്ക് എത്തിയത്, ഈ ഒരു രീതിയിലേക്ക് എത്തിയത്? കർണാടക ഗവൺമെന്റിന്റെ പല പൊളിറ്റീഷ്യൻസും ഇദ്ദേഹം എവിടെങ്കിലും ഒരു പിടി വീണ് കഴിഞ്ഞാൽ അതിന്റെ അറ്റത്ത് തൂങ്ങുമെന്നുള്ളൊരു ഒരു അഭ്യൂഹം അല്ലെങ്കിൽ ഒരു കരക്കമ്പി പല സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അതില്ല എന്നൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ തോന്നുന്നത്. അല്ലാതെ ഇത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഇത്രയും വലിയ ഒരു കമ്പനി കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഇത്രയും ഒരു കമ്പനി ഉണ്ടാക്കിയെടുത്തത് ഇത്രയും ഡെവലപ്മെന്റ് കൊണ്ടുവന്ന് പല ചാനലുകളിലും പല പരിപാടികളുടെയും സ്പോൺസറായിട്ട് വന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന്, ഞാൻ ഇത്രയും ഒരു ലക്ഷറി ലൈഫാണ് ആസ്വദിക്കുന്നത്, ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത്, എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇതാണ് എന്ന് ജനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്തു കാണിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലൊരു മണ്ടത്തരം കാണിക്കാനായിട്ട് തോന്നുമോ? CJ റോയ് എന്താണെന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ട ജനങ്ങൾക്കറിയാം ഇതൊരു മരണമാണോ എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട്. ഇനി നമുക്ക് ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ മറുനാടനകത്ത് വന്നിട്ടുള്ള ഒരു ന്യൂസ് കാണിച്ചാൽ ആ ന്യൂസിനകത്ത് വ്യക്തമായിട്ട് ഇതിന്റെ പോയിന്റ് ഔട്ട് ചെയ്ത് ഓരോ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. CJ റോയ് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിരുന്നു. അത് മാത്രമായിരുന്നു റോയിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്. അതിന്റെ ഭാഗമായി ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലേക്കും മറ്റും കടന്നു വന്നെങ്കിലും CJ റോയിയെ അടയാളപ്പെടുത്തുന്നത് റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ശ്രദ്ധേയമായ നേട്ടത്തിന്റെ പുറത്താണ്. ആ റോയി അകാലത്തിൽ മരിച്ചിരിക്കുന്നു. റോയിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. ക്ലോസ് റേഞ്ചിൽ തന്റെ തോക്ക് നെഞ്ചിലേക്ക് ചേർത്ത്, അതായത് വലത് കൈകൊണ്ട് ഇടത് നെഞ്ചിലേക്ക് ചേർത്ത് വെടിവെച്ചു എന്നാണ് റിപ്പോർട്ട്. ആ തോക്കിൽ സൈലൻസർ ഘടിപ്പിച്ചിരുന്നു, അതുകൊണ്ട് ആരും അറിഞ്ഞില്ല എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹൃദയം തുളച്ച് ശ്വാസകോശം. എന്നാൽ ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം കേട്ടപ്പോഴത്തേന് ന്യൂസ് എന്തായിരുന്നു? സൈലൻസർ വെച്ച കാര്യമോ, ഒച്ച കേട്ട് ആൾക്കാർ ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്കിന് വെടി ഉയർത്ത് തറയെ കിടക്കുന്നതാ കണ്ടെന്ന് പറയുന്നു. ഇപ്പൊ ഇത് കസേരയിൽ ഇരിക്കുന്നതെന്ന് പറയുന്നു. എന്താണ് വിശ്വസിക്കേണ്ടത്? ഇതാരാ വളച്ചൊടിക്കുന്നത്? ഇനി ഇത് നമ്മുടെ പുറത്ത് വിട്ട് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്ന മാധ്യമങ്ങളാണോ ഇത് വളച്ചൊടിച്ചുകൊണ്ട് കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് വന്നാലും എന്ത് കേട്ടാലും കണ്ണടച്ചിരുന്ന് കാണുക, കേൾക്കുക എന്നുള്ളത് ഒന്നും അറിയാത്ത, ഒന്നിനെക്കുറിച്ചും തിരക്കാതെ അന്നന്നത്തെ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ജനങ്ങൾ മാത്രം ഇതൊന്നും മിണ്ടാതെ കണ്ടുകൊണ്ട് കേട്ടോണ്ട് അവർ പറയുന്ന സത്യമാണെന്ന് വിശ്വസിച്ച് മിണ്ടാതിരിക്കുക. അത്രേ ഉള്ളൂ. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ശരീരത്തിന് പുറത്ത് വെടിയുണ്ട വന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും റോയി കൊല്ലപ്പെട്ടിരിക്കുന്നു, മരിച്ചിരിക്കുന്നു. റോയിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള ചൂടുപിടിച്ച ചർച്ചകളാണ് കഴിഞ്ഞ 2 ദിവസവും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ഷോക്കിംഗ് വാർത്തയായിരുന്നു. ആ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. റോയിയെ വലിയ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ട് കൊലയ്ക്ക് കൊടുത്തതാണ് എന്നാണ് കുടുംബാംഗങ്ങളും കമ്പനി ജീവനക്കാരും വിശ്വസിക്കുന്നത്.
കമ്പനിയുടെ MD ആയ TA ജോസഫ് ഇത് സംബന്ധിച്ച് കർണാടക പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കർണാടക പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. കൊലപാതക സാധ്യത പോലും അവർ തള്ളിക്കളയുന്നില്ല. ചില ആളുകൾ പറയുന്നത് ഇത് ദുരൂഹമാണ്, കൊലപാതകമാണ്. ഈ കൊലപാതകത്തിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്ന് കണ്ടെത്തണമെന്നാണ്. മറ്റു ചിലർ പറയുന്നു റോയിയെ വല്ലാത്ത സമ്മർദ്ദത്തിലൂടെ തള്ളിവിട്ട് സ്വയം മരിക്കാൻ അവസരമൊരുക്കി കൊടുക്കുകയായിരുന്നു കേന്ദ്ര അന്വേഷണ സംഘമെന്ന്. ഇത് രണ്ടിലേതെങ്കിലും വാസ്തവമാണോ, അതോ ജീവിതം ആഘോഷിക്കാനുള്ളതാണ്, ഏത് നിമിഷവും മരിക്കാൻ തയ്യാറാണ്, ആഘോഷിച്ചു കഴിഞ്ഞു, സമ്മർദ്ദം താങ്ങേണ്ട ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചു ജീവിച്ചിരുന്ന റോയി പെട്ടെന്നൊരു സമ്മർദ്ദം വന്നപ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയാതെ എല്ലാവരും നടുക്കിക്കൊണ്ട് ജീവൻ എടുത്തതാണോ, അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. എന്നാൽ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ വളരെയേറെ ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. റോയി കേരളീയ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയേ മതിയാവൂ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തിയാണ് റോയി മരണത്തിലേക്ക് പോയതെന്നാണ് കുടുംബം വിശദീകരിക്കുന്നതെങ്കിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ല എന്നാണ്. സമ്മർദ്ദമില്ല എന്നതിന്റെ തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. തീർച്ചയായും സമ്മർദ്ദമുണ്ട് എന്ന് പറയുന്നവർ അതിന് വിശദീകരണം നൽകണം. ഇൻകം ടാക്സോ EDയോ CBIയോ ഒന്നും വേണ്ട. കേരള പോലീസുകാർ പോലും ഒരു പ്രതിയെ പിടികൂടിയാൽ, ഒരാളെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യുന്നത് അയാളുടെ ദേഹ പരിശോധന നടത്തി അയാളുടെ കൈവശമുള്ളവർക്ക് പിടിച്ചെടുക്കുകയാണ്. അയാളുടെ കയ്യിൽ മുറിവേൽപ്പിക്കാൻ തക്കതായ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കും. അപ്പോൾ പിന്നെ തോക്കിന്റെ കാര്യം പറയേണ്ടതുണ്ടോ? ഇവർ പറയുന്നത് പോലെ കഴിഞ്ഞ 3 ദിവസമായി റോയി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലായിരുന്നെങ്കിൽ, അവരുടെ സമ്മർദ്ദത്തിലായിരുന്നെങ്കിൽ റോയിയുടെ കയ്യിൽ എങ്ങനെ തോക്കുണ്ടായി? ഇത്തരം വാദം ഖണ്ഡിക്കുന്ന മറ്റു ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പോലീസിൽ കൊടുത്തിരിക്കുന്ന പരാതിയിൽ MD ജോസഫ് പറയുന്നത് ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് താനും റോയിയും ബാംഗ്ലൂരിലെ ആസ്ഥാനത്തെത്തിയതെന്നാണ്. എന്ന് വെച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചതനുസരിച്ച് എത്തിയതാണ്. വന്ന ഉദ്യോഗസ്ഥരുമായി പ്രാഥമികമായി സംസാരിച്ചതിന് ശേഷം റോയി തന്നെ ക്യാബിനിലേക്ക് പോയെന്നും ആ ക്യാബിനിൽ ഈ MD ജോസഫ് ഉണ്ടായിരുന്നെന്നും ജോസഫ് തന്നെ പറയുന്നു. ഇടയ്ക്ക് ജോസഫിനോട് റോയി പറഞ്ഞു, എനിക്ക് എന്റെ അമ്മയോട് സംസാരിക്കണം. അതായത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സെർച്ചിങ് ഇദ്ദേഹത്തിന് കഴിഞ്ഞ മാസം 3-ാം തീയതിയാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്നത്. 3-ാം തീയതി ടു 6-ാം തീയതി ഇത് വ്യക്തമായിട്ട് അവർ ഇൻസ്പെക്ട് ചെയ്യും. അതിനുശേഷം ഇദ്ദേഹം ദുബായിലായിരുന്നു, തിരിച്ചു വരണമെന്ന് പറയുന്നു. 28-ാം തീയതി വരുന്നു. ആ സമയത്ത് വീണ്ടും IT എത്തുന്നു, അവിടെ ചോദ്യം ചെയ്യുന്നു, അവിടുത്തെ കാര്യങ്ങളുടെ രേഖകൾ ചോദിക്കുന്നു. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത്രയും ദിവസം നീണ്ടുപോകത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന ഇത് എൻഡ്, അതായത് ഈ ഫണ്ടുകൾ കാര്യങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഒരു അവസാനമായിരിക്കാം. വ്യക്തമായിട്ട് അത് തന്നെ ആയിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി അവസാനം കൊണ്ട് ഇതുപോലൊരു ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ല. ദ എൻഡിൽ ഈ ഡോക്യുമെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മുറിയിലേക്ക് പോകുന്നു. കുറച്ചധികം കാര്യങ്ങളുടെ ഡോക്യുമെന്റ്സ് എടുക്കാനായിട്ട്, ലോക്കറിൽ എടുക്കാനായിട്ട് മുറിയിലേക്ക് പോകുന്നു എന്ന് പോകുന്ന ഒരു വ്യക്തി. ആ മുറിയുടെ ഫ്രണ്ടിൽ ഇദ്ദേഹത്തിന്റെ തന്നെ പ്രൈവറ്റ് സെക്യൂരിറ്റീസ് കാവൽ നിൽക്കുന്നു. ഇദ്ദേഹം അകത്ത് കയറുന്നു, സൈലൻസർ വെച്ച് തോക്ക് വെച്ച് വെടിവെക്കുന്നു. ആരും കേൾക്കുന്നില്ല, ആരും അറിയുന്നില്ല. ഇപ്പൊ ഈ പരാതി കൊടുത്തു എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി. ഇദ്ദേഹം വരുന്നു, അകത്തേക്ക് കയറാൻ നോക്കുന്നു. പേഴ്സണൽ സെക്യൂരിറ്റി സമ്മതിക്കുന്നില്ല, കയറരുതെന്ന് പറയുന്നു. കുറച്ചു നേരമായിട്ട് കാണാത്തത് കൊണ്ട് വീണ്ടും കതവ് തട്ടുന്നു, എടുക്കുന്നില്ല. തല്ലിപ്പൊളിച്ച് അകത്ത് കയറുന്നു. അപ്പൊ വെടിയുണ്ട് കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണാൻ സാധിക്കുന്നത്. എന്തുവാടാ ഇത്, വെള്ളരിക്കാപ്പട്ടണമാടാ? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് IT വിഭാഗത്തിനെതിരെ ഇവർ കേസ് കൊടുക്കാനായിട്ട് പോയത്? IT വിഭാഗം ഇവരെ എന്ത് ചൂഷണം ചെയ്യുന്നു എന്നായിരിക്കും പറയാനായിട്ട് സാധിക്കുന്നത്? എന്തായിരിക്കും? ലോജിക്കോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നിലൂടെ ഇതങ്ങ് അവസാനിക്കുക, എന്നിലൂടെ ഈ കുറച്ചധികം തെളിവുകളും, എന്നിലൂടെ ഇതുമായിട്ട് ശൃംഖലയിൽ നിൽക്കുന്ന ആ ഒരു കണ്ണികളായിട്ടുള്ള വ്യക്തികൾ ആരൊക്കെ അവരങ്ങ് അവസാനിക്കുക. ഇതോടുകൂടി ഞാനങ്ങ് അവസാനിക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിന്റെ ബക്കറ്റ് ലൈഫ് അല്ലെങ്കിൽ ഇതിന്റെ പീക്ക് ലെവൽ എന്താണെന്നുള്ളത് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി കോൺഫിഡന്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് താഴേക്ക് പോകരുത്, അതിനി പോകത്തില്ല. അത് കൊണ്ടുപോകാനായിട്ട് അതിന്റെ വ്യക്തമായിട്ടുള്ള ആൾക്കാർ, കുടുംബക്കാർ, മകന് കാര്യങ്ങളെല്ലാം ഉണ്ട്. ചിലപ്പോൾ ഒരു ദിവസം, ഒരു നേരം, ഒരു സമയം എടുത്തൊരു തീരുമാനമായിരിക്കാം. ഇതിൻ്റെ അകത്തുള്ള വള്ളികളോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാനോടുകൂടി അവസാനിപ്പിച്ച് തീർക്കുന്നു. കഴിഞ്ഞു. വ്യക്തമായിട്ട് ഇപ്പോഴാണ്, അല്ലെങ്കിൽ ഇവർ തന്നെ കേസ് കൊടുത്ത് ഇതിനൊരു തെളിവ് എന്താണെന്ന് കണ്ടെത്തി നോക്കിയപ്പോഴാണ് ഇതിന്റെ വ്യക്തമായ ധാരണ വരുന്നത്. ഇനി ഒരു ഒറ്റ കാര്യമുള്ളൂ, ഇദ്ദേഹം സ്വന്തമായിട്ട് വെടിവെച്ചതാണോ എന്നുള്ളൊരു കാര്യം. അതിന്റെ CCTV ഫുട്ടേജ് വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല പുറത്തേക്ക് വരുമെന്ന്. കാരണം ഒരു 9,000 കോടിക്ക് മേളിൽ ആസ്തിയുള്ളൊരു വ്യക്തി ഇതുപോലൊരു മരണത്തിന് കീഴടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു 10-20,000 കോടിക്ക് മേളിൽ വേറെയും കിടപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് ആരും കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വരുത്തിയെന്നില്ല, അതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യത്തില്ല. ഇത് കാലക്രമേണ പോലും ആയിരിക്കത്തില്ല, വെരി ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ സാധനം അവസാനിക്കും. നെക്സ്റ്റ് പുതിയൊരു കേസ് കേരളത്തിൽ നിന്ന് തന്നെ കുത്തിപ്പൊങ്ങുകയും നമ്മളെല്ലാവരും ഓടി അതിന്റെ പുറകെ പോവുകയും CJ റോയ് എന്ന് പറഞ്ഞ വ്യക്തി മെമ്മോറിയൽ CJ റോയ് ആണ്ട് ചങ്കരാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് അവസാനിപ്പിക്കുന്നു. ഓർമ്മ ദിവസങ്ങളിൽ, അതായത് ഗാന്ധിജി മരിച്ച ദിവസത്തോടു കൂടി ഇദ്ദേഹം മരിച്ച ദിവസമായിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറുപ്പം ഓർമ്മകളിലേക്ക് വരുന്നു, സംഭവം അവസാനിപ്പിക്കുന്നു. ഇതിന്റെ ബാക്കിലുള്ള വ്യക്തിക്ക് സേഫ് സോൺ, സേഫ്, അത്രേ ഉള്ളൂ. താൻ പുറത്തേക്ക് പോകുന്നത്
അങ്ങനെ ജോസഫ് പുറത്തേക്ക് പോയി. അതിനുശേഷം ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ജോസഫ് തിരിച്ചെത്തുകയും റോയിയുടെ മുറിയിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ, അതായത് ഇൻകം ടാക്സുകാരല്ല, റോയിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അവർ തടഞ്ഞു. ആരെയും കയറ്റിവിടരുത് എന്ന് പറഞ്ഞു എന്നാണ് ജോസഫ് പറയുന്നത്. കുറച്ചുനേരം കാത്തുനിന്ന് ജോസഫ് മുറി തുറക്കാൻ ശ്രമിച്ചപ്പോൾ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നതായി തിരിച്ചറിയുന്നു. ഇതോടെ പാനിക്കായ ജോസഫ് ആ ഡോർ തകർത്താണ് മുറിക്കകത്ത് കയറുന്നത്. കയറുമ്പോൾ മുറിക്കകത്ത് തന്റെ കസേരയിൽ റോയി ചോരയൊലിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ജോസഫ് പറയുന്ന ഭാഷ്യം. ഇവിടെയാണ് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നത്. ഒന്ന്, കൊലപാതക ആരോപണം ഉന്നയിക്കുന്നവർ, സമ്മർദ്ദ ആരോപണം ഉന്നയിക്കുന്നവർ മറന്നുപോകുന്നത് മുറി അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയായിരുന്നു എന്നതും ജോസഫിനോട് പുറത്തു പോകാൻ റോയി പറഞ്ഞു എന്ന് ജോസഫ് അവകാശപ്പെടുന്നു എന്നതുമാണ്. എന്ന് മാത്രമല്ല, 3 ദിവസം തുടർച്ചയായി അന്വേഷണ ഏജൻസിയുടെ സമ്മർദ്ദത്തിലും നിയന്ത്രണത്തിലുമായിരുന്നെങ്കിൽ എങ്ങനെയാണ് റോയി തന്റെ ക്യാബിനിൽ ഒറ്റയ്ക്ക് പോയത്, റോയിക്കൊപ്പം ജോസഫ് പോയത്? ഒരു കാരണവശാലും റെയ്ഡ് നടക്കുമ്പോൾ ആ പ്രതിയെ പിടിക്കേണ്ടതുണ്ടെങ്കിൽ, ആ പ്രതിയുടെ നീക്കങ്ങൾ, അയാൾ ഫയൽ നശിപ്പിക്കുന്നതടക്കമുള്ള നീക്കങ്ങൾ തടയേണ്ടതുണ്ടെങ്കിൽ ഒരു കാരണവശാലും അയാളെ ഒറ്റയ്ക്ക് വിടാൻ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ സമ്മതിക്കില്ല. ഇവിടെ റോയി ജോസഫിനൊപ്പം തന്റെ ക്യാബിനിൽ പോയി ഇരുന്നു എന്ന് പറയുന്നിടത്ത് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തി എന്ന വാദം പൊളിയുകയാണ്. മാത്രമല്ല, ജോസഫിനെ ഇറക്കിവിട്ടത് റോയിയാണ്. റോയി അതിനുശേഷം വെടിയുതിർത്തു എന്നതിന്റെ തെളിവായി ഇത് മാറുന്നു. ഡിസംബർ മുതൽ തുടങ്ങിയ അന്വേഷണമാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നു. ഹൈക്കോടതി ആദ്യം റോയിയുടെ അപേക്ഷ പരിഗണിച്ച് അന്വേഷണം സ്റ്റേ ചെയ്യുന്നു. പിന്നീട് സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്വേഷണത്തിനെതിരെ റോയി കോടതിയിൽ പോയത് മെറിറ്റിന്റെ പേരിലായിരുന്നില്ല. നേരെ മറിച്ച് കേരള ഉദ്യോഗസ്ഥർക്ക് കർണാടകയിൽ എന്ത് കാര്യം എന്ന് ചോദിച്ചായിരുന്നു. അവിടെ റോയി മറന്നുപോയത് ഇൻകം ടാക്സും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഏത് യൂണിറ്റിലുള്ളവരെയും ഒരു അന്വേഷണ ചുമതല ഏൽപ്പിക്കാമെന്നതാണ്. കേരള യൂണിറ്റ് കർണാടകയിൽ ഒരു കേസ് അന്വേഷിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അധികാരമില്ലാതെയാണ് ഇവർ അന്വേഷിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം വിശദമാക്കുന്നത് വലിയൊരു അന്വേഷണം നടന്നിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിന് വിശദീകരണം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ്. തോക്ക് കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് റോയിക്ക് ക്യാബിനിൽ ഇരിക്കാൻ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമാവാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ അനുവദിച്ചു എന്ന് പറയുന്നത് തന്നെ ഞെട്ടിക്കുന്ന കാര്യമല്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുള്ളാൻ മാത്രമേ വിടത്തുള്ളൂ, ബാക്കി എല്ലാം അവരുടെ കസ്റ്റഡിയിൽ തന്നെ ആയിരിക്കും. അത്തരത്തിൽ കസ്റ്റഡിയിൽ ഇരുന്ന ഒരു വ്യക്തി ഒരു ബെഡ്റൂമിനകത്ത് സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഏത് തരത്തിലുള്ള കസ്റ്റഡി ആയിരിക്കും നടന്നത്? അവിടെ കസ്റ്റഡി ഉണ്ടായിരുന്നോ? സാമാന്യ കോമൺ സോഴ്സോടും ലോജിക്കോട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇതിന്റെ വ്യക്തമായ ഫൂട്ടേജ് ഇത് അന്വേഷിക്കുന്ന മേലുദ്യോഗസ്ഥരായിട്ടുള്ള പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് നോക്കിയിട്ടുണ്ട്. അതിന്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വ്യക്തമായ ഒരു ധാരണ ഇല്ല. അതിനകത്ത് ഭീഷണിപ്പെടുത്തുന്നതായിട്ടോ ഇദ്ദേഹത്തെ ടോർച്ചർ ചെയ്യുന്നതായിട്ടോ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള യാതൊരുവിധ എവിഡൻസും അതിനകത്ത് അവർക്ക് പ്രഥമ ദൃഷ്ടിയായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള കൃഷ്ണകുമാറോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ ചേട്ടൻ ബിജു ബാബു കടന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അതുമായിട്ടൊന്നും ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിന്റെ അപ്പുറത്തുള്ള ആ കളി ചിലപ്പം സാധാരണക്കാരായ നമ്മളെ പോലുള്ള വ്യക്തികൾ പോലും വ്യക്തമായിട്ട് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ പോലും സാധിക്കാത്തതിന്റെ അപ്പുറത്തിലുള്ളൊരു സാധനം. കാരണം ഇവിടെ നിന്നുമല്ല, അങ്ങ് സ്ലോവാക്കിയ എന്നൊക്കെ എന്തൊക്കെയോ വരുന്നുണ്ട്. അപ്പൊ ശരി.